ശബരിമല ആടിയ നെയ്യ് തട്ടിപ്പ് കേസിൽ വിജിലൻസ് കേസെടുത്തു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് കേസ്. SP മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. കൂടുതൽ വിവരങ്ങളുമായി VS അനു ചേരുന്നു. അനു, എന്താണ് ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ പുതിയ കേസ്? എന്തായിരുന്നു ഈ ആടിയ നെയ്യ് തട്ടിപ്പ്? എന്താണ് അതിന്റെ മറ്റു വിശദാംശങ്ങൾ? ശബരിമലയിൽ ഭക്തർ സമർപ്പിക്കുന്ന നെയ്യ് അഭിഷേകത്തിന് ശേഷം പാക്കറ്റുകളിലാക്കി വിൽക്കുന്ന ആടിയ ശിഷ്ടം നെയ്യ്, അതാണ് ഈ ആടിയ നെയ്യ് എന്ന് പറയുന്നത്. ഇതിന്റെ വിൽപ്പനയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നതായി നേരത്തെ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ വിജിലൻസിനോട് അന്വേഷിക്കാൻ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് റിപ്പോർട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജിലൻസിന്റെ പത്തനംതിട്ട യൂണിറ്റ് ഈ കേസിന്റെ അന്വേഷണം അല്ലെങ്കിൽ കേസിന്റെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ മകരവിളക്ക് സീസൺ തിരക്കിനിടയിലാണ് ഇങ്ങനെ ഒരു വലിയ തട്ടിപ്പ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. ഈ 13,679 പാക്കറ്റ് നെയ്യിന്റെ പണം അത് ബോർഡിന്റെ അക്കൗണ്ടിലേക്ക് അടച്ചിട്ടില്ല എന്നുള്ളതാണ് സ്പെഷ്യൽ കമ്മീഷൻ നൽകിയ റിപ്പോർട്ട്. അതായത് ഏകദേശം ഒരു 13,67,000 രൂപ ഈ കുറവ് അക്കൗണ്ടിൽ ഉണ്ടായി. ഇതിലാണ് ഈ സ്പെഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് നൽകുകയും അത് ഹൈക്കോടതി പരിഗണിക്കുകയും വിജിലൻസിനോട് കേസെടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തത്. നേരത്തെയും ഈ തന്ത്രിയുടെയും മേൽശാന്തിയുടെയും ഒക്കെ മുറികളിൽ ഈ നെയ്യ് അനധികൃതമായി ഭക്തർക്ക് കൊടുക്കുന്ന ഇടപാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെയൊക്കെ നിർത്തലാക്കിയ ശേഷമാണ് ഈ ആടിയ നെയ്യ് 100 ഗ്രാമിന്റെ പാക്കറ്റുകളിലാക്കി 100 മില്ലി ലിറ്ററിന്റെ പാക്കറ്റുകളിലാക്കി കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയത്. പക്ഷെ അതിൽ പോലും ഈ തരത്തിലുള്ള ക്രമക്കേട് നടന്നു എന്നുള്ളതാണ് കണ്ടെത്തൽ. ഇതിപ്പോ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട് അതിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം അറസ്റ്റിലായിരിക്കുകയാണല്ലോ. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ. ഇതിപ്പോൾ ഏത് കാലത്താണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്? ഈ ദേവസ്വം ബോർഡ് പത്മകുമാർ അടക്കമുള്ള ആളുകളിലേക്ക് ഈ അന്വേഷണം എത്താനിടയുണ്ടോ? ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന തന്ത്രിയിലേക്ക് ഏതെങ്കിലും വിധത്തിൽ ഈ അന്വേഷണം എത്താനുള്ള സാധ്യത എത്രത്തോളമാണ്? ആ തരത്തിൽ നമുക്ക് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഉണ്ടായ തട്ടിപ്പ് എന്നാണ് പറയുന്നത്. പത്മകുമാറിന്റെ ഒന്നും സമയത്തല്ല എന്ന് പറയുന്നു. മാത്രമല്ല സംഭവവുമായി ബന്ധപ്പെട്ട് സുനിൽകുമാർ പോറ്റി എന്ന് പറയുന്ന ആളെ നേരത്തെ അതായത് ഇതിന് ചുമതലയുണ്ടായിരുന്ന ആളെ സസ്പെൻഡ് ചെയ്തതായി ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. ഇനി മറ്റ് ആളുകൾക്ക് ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യമാണ് പരിശോധിക്കുന്നത്. സനീഷ്.